അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ. കലാകാരന്മാരിലൂടെ നാടിന്റെ പെരുമ ലോകം അറിഞ്ഞ എങ്കക്കാടിനെ സൗന്ദര്യവൽക്കരിക്കുവാനൊരുങ്ങി നാട്ടുകാർ. പാതയോരങ്ങൾക്ക് ഇരുവശവും ഉദ്യാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഹരിതസുന്ദരം എങ്കക്കാട് എന്ന സന്ദേശവുമായാണ് CPIM എങ്കക്കാട് സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഭരതൻ റോഡ് ഉദ്യാനപാതയാക്കുന്നത്. കല്ലംകുണ്ട് പാലം മുതൽ SBC ക്ലബ്ബ് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ വശങ്ങളിൽ ഗോൾഡൻ ഡിസ്മോഡിയം ചെടികൾ നട്ടാണ് നാടിനെ സൗന്ദര്യവൽക്കരിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചിത്വ നഗരം പദ്ധതിക്കും സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ പിന്തുണയോടെയും സഹകരണത്തോടെയും ഉദ്യാനപാത നിർമ്മിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എങ്കക്കാട് SBC ക്ലബ്ബ് പരിസരത്ത് നടന്ന ഉദ്യാനപാത നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ വൃത്തി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഉദ്യാനപാത നമ്മളിവിടെ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്യാനപാത നമ്മളിവിടെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ നാടും അതോടൊപ്പം തന്നെ വീടും പരിസരവും ഒക്കെ തന്നെ വൃത്തിയായി സംരക്ഷിക്കും എന്ന ഒരു നിലപാടിൻ്റെ അർത്ഥമായിട്ടാണ് നഗരസഭ കാണുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ 4 വർഷത്തിൻ്റെ ഇടയ്ക്ക് 3 അവാർഡുകൾ നഗരസഭയ്ക്ക് ലഭിച്ചു. സംസ്ഥാനത്ത് 2ാമത്തെ മികച്ച നഗരസഭ എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ഞങ്ങൾ ആ പ്രവർത്തനത്തിന് ചെയ്ത കാര്യങ്ങൾ ഒന്ന് മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറയ്ക്കൽ മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ ഷീല S കൃഷ്ണ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MJ ബിനോയ്, ബ്രാഞ്ച് സെക്രട്ടറി OK കണ്ണൻ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രദേശത്തെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യഘട്ടമെന്ന നിലയിൽ 100ഓളം ഗോൾഡൻ ഡിസ്മോഡിയം ചെടികളാണ് നട്ടുപിടിപ്പിക്കുന്നത്. എങ്കക്കാടിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുവാനും പദ്ധതിയുണ്ട്. VCB ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.